ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുള്ളവരെല്ലാം പല നിറങ്ങളിലുള്ള ട്രെയിൻ കണ്ടിട്ടുണ്ടാകും. നീല, പച്ച, ചുവപ്പ്, മെറൂൺ, ബ്രൗൺ എന്നിങ്ങനെ നിറങ്ങൾ വരുന്നുണ്ട്. നിറങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിലും ഈ നിറം നൽകിയിരിക്കുന്നത് എന്തെങ്കിലും അർത്ഥമാക്കിയാണെന്ന് ചിന്തിച്ചിട്ടുള്ളവർ ചുരുക്കമാണ്. കാരണം ഒരു ട്രെയിൻ യാത്രയ്ക്കായി പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയാൽ വേഗം തന്നെ കയറി സീറ്റ് കണ്ടെത്തണം അല്ലെങ്കിൽ സീറ്റ് പിടിക്കണമെന്ന ആശങ്കയിലാണ് ബഹുഭൂരിപക്ഷം യാത്രക്കാരുമുള്ളത്. ട്രെയിനിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ തിരിഞ്ഞ് ഒരു വട്ടം നോക്കുക പോലും ചെയ്യാതെ അടുത്ത ലക്ഷ്യത്തിലേക്കുള്ള ഓട്ടമാണ്. പക്ഷെ ട്രെയിൻ കാത്ത് പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന സമയത്ത് പല നിറത്തിലുള്ള ട്രെയിനുകൾ മുൻപിലൂടെ കടന്നു പോകുന്നത് കണ്ടിട്ടുണ്ടാകും. സ്ഥിരമായി ട്രെയിൻ യാത്രാമാർഗമായി ഉപയോഗിക്കുന്നവർക്ക് പോലും ട്രെയിനിന്റെ നിറവ്യത്യാസം സൂചിപ്പിക്കുന്നത് എന്തെന്ന് അറിയില്ല. ചുവപ്പ് നിറത്തിലുള്ള ട്രെയിനാണ് കാണാൻ നല്ലത്, അല്ലെങ്കിൽ നീല നിറത്തിലുള്ള ട്രെയിനാണ് കാണാൻ നല്ലതെന്ന് ആളുകൾ പറയാറുണ്ട്. എന്നാൽ കോച്ചുകളുടെ സൗന്ദര്യത്തിനപ്പുറം ഇവിടെ ഓരോ നിറത്തിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ഇനി ഓരോ നിറവും എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് നോക്കാം. ഒന്നാമത്തത് നീല നിറം. ഇന്ത്യൻ റെയിൽവേ കോച്ചുകളിൽ ഏറ്റവും സാധാരണയായി കാണുന്ന നിറമാണ് നീല. ഹ്രസ്വദൂര പാസഞ്ചർ അല്ലെങ്കിൽ മെമു ട്രെയിനുകൾക്ക് നീല നിറമാണ് കാണാറുള്ളത്. അപ്പോൾ തന്നെ ദീർഘദൂര ട്രെയിനുകളിൽ ജനറൽ കോച്ചുകൾക്കും സ്ലീപ്പർ ക്ലാസുകൾക്കും ആണ് നീല നിറം നൽകിയിരിക്കുന്നത്. നീല നിറമുള്ള കോച്ചുകൾ കാണുമ്പോൾ മനസ്സിലാക്കാം അത് എയർ കണ്ടീഷൻ ചെയ്യാത്ത കോച്ചുകളാണെന്ന്. ഈ നീല നിറത്തിൽ ഉള്ള കോച്ചുകൾ ഉള്ള ട്രെയിനിന്റെ പരമാവധി വേഗത 70 കിലോമീറ്റർ ആണ്. പിന്നെയുള്ളത് പച്ച കോച്ചുകളാണ്. കുറഞ്ഞ നിരക്കിലുള്ള ടിക്കറ്റിൽ എയർ കണ്ടീഷൻ നൽകുന്ന കോച്ചുകളാണിത്. സാധാരണയായി ഗരീബ് രഥ് ട്രെയിനുകൾക്കും വരുന്ന കോച്ചുകൾക്ക് നൽകുന്ന നിറമാണ് പച്ച. താങ്ങാനാവുന്ന ടിക്കറ്റ് നിരക്കിൽ എയർ കണ്ടീഷൻ യാത്ര ഈ ട്രെയിനിൽ ലഭിക്കും. ചെറിയ നിരക്കിൽ മികച്ച സൗകര്യം നൽകുന്നതിനാലാണ് പച്ച നിറം ഈ കോച്ചുകൾക്ക് നൽകിയിരിക്കുന്നത്. അടുത്തതായി കോച്ചുകൾക്ക് സാധാരണ കാണുന്ന നിറമാണ് ചുവപ്പ് നിറം. പ്രീമിയം സേവനങ്ങൾ നൽകുന്ന കോച്ചുകളാണ് ചുവപ്പ് നിറത്തിലുള്ള കോച്ചുകൾ. AC ചെയർ കാർ, AC സ്ലീപ്പർ ഒക്കെ വരുന്ന ചുവപ്പ് നിറത്തിലുള്ള കോച്ചുകളിലാണ്. പ്രീമിയം ടിക്കറ്റ് എടുത്തവർക്ക് ഈ നിറം നോക്കി വേഗത്തിൽ മനസ്സിലാക്കുവാൻ കഴിയും. കൂടുതൽ കംഫർട്ടായ യാത്ര ആഗ്രഹിക്കുന്നവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കുഷനിങ്ങും ഒക്കെ ചെയ്തിരിക്കുന്ന കോച്ചുകളാണ് ചുവപ്പ് നിറത്തിലുള്ളത്. രാജധാനി, ശതാബ്ദി, ദുരന്തോ സർവീസുകളിലൊക്കെ ചുവപ്പ് നിറത്തിലുള്ള ഈ LHB കോച്ചുകൾ കാണാം. അടുത്തത് മെറൂൺ അല്ലെങ്കിൽ ബ്രൗൺ നിറത്തിലുള്ള കോച്ചുകളാണ്. വളരെ അപൂർവമായി മാത്രമേ ഈ നിറത്തിലുള്ള കോച്ചുകൾ നാം കണ്ടിട്ടുള്ളൂ. ഒരു കാലത്ത് ഇന്ത്യൻ റെയിൽവേയുടെ മുഖമുദ്രയായിരുന്നു മെറൂൺ കോച്ചുകൾ. നീല നിറം വരുന്നതിന് മുൻപ് വ്യാപകമായി മെറൂൺ കോച്ചുകളാണ് ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ട്രെയിൻ യാത്രയുടെ ക്ലാസിക് യുഗത്തെയാണ് ഈ നിറം ഓർമ്മപ്പെടുത്തുന്നത്. ചില പൈതൃക റൂട്ടുകളിൽ ഓടുന്ന പഴയ ട്രെയിനുകളിൽ ഇന്ന് ഈ മെറൂൺ അല്ലെങ്കിൽ ബ്രൗൺ നിറത്തിലുള്ള കോച്ചുകൾ കാണാം. ഈ കോച്ചുകൾ മീറ്റർ ഗേജ് അടിസ്ഥാനമാക്കി നിർമ്മിച്ചവയാണ്. മഞ്ഞ നിറത്തിലുള്ള കോച്ചുകളും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഈ കോച്ചുകൾ നോൺ AC കോച്ചുകളാണ്. പ്രത്യേക സർവീസുകളിൽ മെയിൽ, എക്സ്പ്രസ് പോലെയുള്ള ട്രെയിനുകളിലാണ് മഞ്ഞ നിറത്തിലുള്ള കോച്ചുകൾ വരുന്നത്. പുതിയതായി കാണാൻ കഴിയുന്ന ഒരു നിറമാണ് പർപ്പിൾ. ആഡംബര സൗകര്യങ്ങളോട് കൂടി നിർമ്മിച്ചിരിക്കുന്ന ടൂറിസ്റ്റ് കോച്ചുകളാണ് പർപ്പിൾ നിറത്തിൽ വരുന്നത്. തേജസ് എക്സ്പ്രസ് അതിന് ഉദാഹരണമാണ്. ട്രെയിനിന്റെ കോച്ചുകളിൽ കാണപ്പെടുന്ന പല നിറത്തിലുള്ള വരകൾക്കുമുണ്ട് അർത്ഥങ്ങൾ. വെള്ള, ലൈറ്റ് ബ്ലൂ, മഞ്ഞ, ഗ്രീൻ, ചുവപ്പ് എന്നീ നിറങ്ങളിൽ വരകൾ വരാറുണ്ട്. വെള്ള അല്ലെങ്കിൽ ലൈറ്റ് ബ്ലൂ നിറത്തിലുള്ള സ്ട്രൈപ്സ് കാണുന്നത് റിസർവേഷൻ ചെയ്യേണ്ടാത്ത ജനറൽ ക്ലാസ് കോച്ചുകൾക്കാണ്. മഞ്ഞ നിറത്തിലുള്ള സ്ട്രൈപ്സ് വരുന്നത് ദിവ്യാംഗർക്കുള്ള കോച്ചുകൾക്കും മെഡിക്കൽ യൂസിന് ഉപയോഗിക്കാവുന്ന കോച്ചുകൾക്കുമാണ്. അപ്പോൾ തന്നെ പാഴ്സൽ വാനുകളിലും ബ്രേക്ക് വാനുകളിലും മഞ്ഞ വരകൾ കാണാറുണ്ട്. പച്ച നിറത്തിലുള്ള വരകൾ കാണുന്നത് മുംബൈയിലെ ട്രെയിനുകളിലാണ്. ലേഡീസ് കമ്പാർട്ട്മെന്റുകൾ വരുന്ന കോച്ചിലാണ് അവിടെ പച്ച സ്ട്രൈപ്സ് കൊടുത്തിരിക്കുന്നത്. ചുവന്ന നിറത്തിലുള്ള സ്ട്രൈപ്സ് ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെന്റുകൾക്കും കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോയിലൂടെ പല നിറത്തിലുള്ള കോച്ചുകൾ അർത്ഥമാക്കുന്ന കാര്യങ്ങളാണ് പങ്കുവച്ചത്. ഇവിടെ പറഞ്ഞ നിറത്തിലുള്ള കോച്ചുകൾക്ക് പുറമെ വേറെ നിറത്തിലുള്ള കോച്ചുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എങ്കിൽ അത് പങ്കുവയ്ക്കുക. തുടർന്നുള്ള അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക.